നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാളെ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, എന്നാൽ അയാളെ മനസ്സിലാക്കാനാണ് പ്രയാസം. എല്ലാ കാര്യങ്ങളും കാണുവാനും അറിയുവാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ വിലയിരുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളെങ്കിലും മുഴുവനായി കാണാൻ ശ്രമിക്കണം. നടിയും പാചകറാണിയും അവതാരകയുമായ ആനി ഷാജി കൈലാസ് പിടിച്ച പുലിവാലുകളും ജീവിത കാഴ്ചപ്പാടുകളുമാകട്ടെ ഈ എപ്പിസോഡ്. ഒരിക്കൽ ദൂരദർശൻ ടിവിക്ക് വേണ്ടി സംവിധായകനും നടനുമൊക്കെയായ ബാലചന്ദ്ര മേനോന്റെ ഒരു അഭിമുഖം എടുക്കുന്നതിലേക്കായി ഒരു 10ാം ക്ലാസ്സുകാരിയെ അവർ നിയോഗിക്കുന്നു. കുറെ നാളുകൾ പിന്നിട്ടപ്പോൾ ആ അഭിമുഖം നടത്തിയ പെൺകുട്ടിയെ നായികയാക്കി ബാലചന്ദ്ര മേനോൻ ഒരു സിനിമ എടുക്കുന്നു. അങ്ങനെ യാദൃച്ഛികമായിട്ടായിരുന്നു ആനി എന്ന പെൺകുട്ടിയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവ്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിലേക്കായി ആൺകുട്ടിയുടെ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ഏറിയ സമയവും ആൺകുട്ടിയായിട്ടാണ് ആനി അഭിനയിച്ചിട്ടുള്ളത്. സിനിമയെക്കുറിച്ചോ അഭിനയത്തെക്കുറിച്ചോ വലിയ അറിവൊന്നുമില്ലാതിരുന്നിട്ടും ആനി ആ വേഷം അതിമനോഹരമാക്കി. പിന്നീട് അങ്ങോട്ടുള്ള സിനിമ ജൈത്രയാത്ര ചെന്ന് അവസാനിക്കുന്നത് ഷാജി കൈലാസ് എന്ന സംവിധായകന്റെ സഹധർമ്മിണിയായതോടുകൂടിയാണ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രുദ്രാക്ഷം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് ആനിയും ഷാജിയും തമ്മിലുള്ള സൗഹൃദം ഉടലെടുക്കുന്നത്. ആ സൗഹൃദം മെല്ലെ പ്രണയമായി പരിണമിച്ചു. അതവർ രണ്ടുപേരും ആരും അറിയാതെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ അകലം പാലിച്ചു. എന്നാൽ നനച്ചിരിക്കാതെ വിധി അവർക്ക് അനുകൂലമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കി. 1996 ദുബായിൽ നടക്കുന്ന ഒരു മെഗാ ഷോയുടെ റിഹേഴ്സലിൽ പങ്കെടുക്കാൻ തന്റെ അമ്മാവനുമായി ചെന്നൈയിലേക്ക് പുറപ്പെട്ട സമയത്ത് അമ്മാവന് ടിക്കറ്റ് ലഭിക്കാതെ പോവുകയും ആ സാഹചര്യത്തിൽ ആനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ടതായും വന്നു. അതേ വിമാനത്തിൽ മറ്റൊരു സീറ്റിൽ തന്റെ ഭാവി വരനും ഇരിപ്പുണ്ടായിരുന്നു. വിമാനത്തിൽ കയറിക്കഴിഞ്ഞാണ് ആനി അറിയുന്നത് ഷാജി ആ വിമാനത്തിലുണ്ടെന്നുള്ള വിവരം. ബാംഗ്ലൂർ വഴിയുള്ള യാത്രയിൽ കുറെ യാത്രക്കാർ ബാംഗ്ലൂർ ഇറങ്ങിയപ്പോൾ ഷാജി കൈലാസ് ആനിയുടെ സീറ്റിനരികിൽ പോയിരുന്നു. അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. തീവ്രമായ പ്രണയ സംഭാഷണങ്ങളായിരുന്നു അത്. ഒടുവിൽ ഷാജിയുടെ വിരലിൽ ഉണ്ടായിരുന്ന ഒരു മോതിരം ഊരി ആനിയുടെ വിരലിൽ അണിയിച്ചു. അവിടെ വെച്ച് അതായിരുന്നു അവരുടെ വിവാഹ നിശ്ചയം. ഒടുവിൽ 1996 ജൂൺ 1 സുരേഷ് ഗോപിയുടെ വീട്ടിൽ വെച്ച് അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ രജിസ്റ്റർ വിവാഹം നടന്നു. അവിടെ ആരംഭിച്ച അവരുടെ സുന്ദരമായ ദാമ്പത്യ ജീവിതം ഇപ്പോൾ 30 വർഷത്തോടടുക്കുന്നു. 30 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ 3 ആൺകുട്ടികൾക്കും ആനി ജന്മം നൽകി. അച്ഛന്റെയും അമ്മയുടെയും വിവാഹത്തിന് സാക്ഷിയായ ആ വീട്ടിലെ ഗ്രഹനാഥയായ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ആനിയുടെ മൂത്ത മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പിന്നണി ഗാനം പാടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ പാട്ട് പാടാൻ പ്രചോദനം നൽകിയത് ആനിയുമാണ്. ആനി ഇന്ന് മലയാളം ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു അവതാരകയാണ്. വാചകം കൊണ്ടും പാചകം കൊണ്ടും മലയാള മനസ്സിനെ കീഴടക്കിയ ഒരു കലാകാരി. തനതായ ശൈലിയിലുള്ള സംസാര രീതിയും പെരുമാറ്റവും സൗന്ദര്യവും കുലീനതയും ഒക്കെ മറ്റവതാരകമാരിൽ നിന്നും ആനിയെ വേറിട്ട് നിർത്തുന്നവയാണ്. ആനിയുടെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി മാത്രമായി ആനിയുടെ ഷോ കാണുന്നവരുണ്ട്. മലയാളത്തിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ഒരു ടോക്ക് ഷോയാണ് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ആനീസ് കിച്ചൺ. അടുക്കളയുടെ പശ്ചാത്തലത്തിൽ രുചികരമായ ഭക്ഷണം വിളമ്പി അതിഥികളെ അഭിമുഖം ചെയ്യുന്ന രീതിയിലാണ് ആനിയുടെ അവതരണം. ഈ പ്രോഗ്രാമിൽ ഞാനും എന്റെ ഭാര്യയും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഷോയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരും പ്രശസ്തരും പ്രഗത്ഭരുമൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ അതിഥികളായി കൂടുതലും എത്താറുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികളിൽ നിന്നും അവതാരകയായ ആനിയിൽ നിന്നുമൊക്കെ ചിലപ്പോൾ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വിധേയമാകാറുണ്ട്. തന്റെ മുന്നിലിരിക്കുന്ന അതിഥികളെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ വേണ്ടി സംസാരിക്കുന്ന ആളല്ല ആനി. തനി നാട്ടുംപുറത്തുകാരിയുടെ നിഷ്കളങ്കമായ സംസാര ശൈലിയാണ് ആനിയുടേത്. കാര്യങ്ങൾ ഒളിവും മറവുമില്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് പറയും. അതാണ് ആനിയുടെ രീതി. പലപ്പോഴും സിനിമാ നടിമാരായ അതിഥികളുമായുള്ള അഭിമുഖങ്ങളുടെ പേരിലാണ് വിമർശനങ്ങളും ട്രോളുകളും ഉണ്ടായിട്ടുള്ളത്. ഈയിടെ യുവനടിയായ വിൻസി അലോഷ്യസ് അതിഥിയായി എത്തിയ എപ്പിസോഡിൽ ആനി പറഞ്ഞു, പെൺകുട്ടികൾ കല്യാണത്തിന് മുൻപ് പാചകമൊന്നും പഠിക്കേണ്ടതില്ല. അത്യാവശ്യം
ഒരാഴ്ച പട്ടിണി കിടക്കാതെ ജീവിച്ചു പോകാൻ പാകത്തിൽ കാപ്പി ഉണ്ടാക്കാനും ദോശ ചുടാനും ഓംലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചാൽ മതി. എന്നാൽ ആനി പറഞ്ഞ ഈ ഭാഗം മാത്രം വെട്ടിയെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ആനിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു. അത് ട്രോളർമാർ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ ആ എപ്പിസോഡ് മുഴുവൻ കണ്ടവരാരും ആനിക്കെതിരെ വിമർശനം ഉയർത്തുമെന്ന് തോന്നുന്നില്ല. ആനി പറഞ്ഞ കാരണം മറ്റൊന്നാണ്. പെൺകുട്ടിയുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആയിരിക്കില്ല കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട്ടിലെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്നും, അതുകൊണ്ട് അവരുടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് അവരുടെ കൂടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഭക്ഷണം പാചകം ചെയ്ത് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് ആനി പറഞ്ഞത്. എന്നാൽ ആനി സത്യസന്ധമായ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. പെൺകുട്ടികൾ വിവാഹം കഴിച്ച് മറ്റ് വീടുകളിൽ എത്തുന്നത് പാചകം പഠിക്കാനും മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനുമാണോ എന്നാണ് സ്ത്രീപക്ഷപാതികൾ ചോദിക്കുന്നത്. ഇനി മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നടി പ്രിയങ്ക നായർ അതിഥിയായി എത്തിയ എപ്പിസോഡിൽ ആനി ചോദിച്ചു, അയ്യോ ഇതെന്നാ പറ്റി, ഇതെന്നാ കോലമാ, പാക്ക് പോലെ ആയല്ലോ എന്നതായിരുന്നു ചോദ്യം. പ്രിയങ്ക നായരോട് ആനി ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം അവരുടെ രൂപമാറ്റം കണ്ടപ്പോൾ തനതായ ശൈലിയിൽ പെട്ടെന്ന് ചോദിച്ചു പോയതാണ്. മാത്രമല്ല, ഒരു അവതാരക എന്ന നിലയിൽ ഈ രൂപമാറ്റത്തിലുള്ള ആശങ്ക പ്രേക്ഷകരിലും ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ ചോദിച്ചത്. അപ്പോഴേക്കും വിമർശകരും ട്രോളർമാരും കുന്തവും കുറുവടിയുമൊക്കെയായി രംഗത്തെത്തി. അവരെല്ലാം ആനിക്കെതിരെ ഉന്നയിച്ച ആക്ഷേപം പ്രിയങ്ക നായരെ അതിഥിയായി ക്ഷണിച്ചു വരുത്തി അവരെ ബോഡി ഷെയ്മിംഗ് നടത്തി എന്നൊക്കെയാണ്. ഒരുപാട് മുടിയുണ്ടായിരുന്ന പ്രിയങ്ക നായർ മുടി ക്രോപ്പ് ചെയ്താണ് ആനിയുടെ ഷോയിലെത്തിയത്. അത് കണ്ട് ആനി തമാശയ്ക്ക് പറഞ്ഞു, പ്രിയങ്ക നായർ എന്ന പേര് മാറ്റി പ്രിയങ്ക ഗാന്ധി എന്നാക്കിയാലോ. അതിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. പ്രിയങ്ക നായർ ഒരു സിനിമയ്ക്ക് വേണ്ടി നടത്തിയ രൂപമാറ്റമായിരുന്നു അത്. അതിനെക്കുറിച്ച് ആനി പറയുന്നത്, കലാകാരി എന്ന നിലയ്ക്ക് അവളെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. ആദ്യ ചിത്രത്തിന് വേണ്ടി ഞാൻ എന്റെ മുടി വെട്ടിയിരുന്നു. അന്ന് എല്ലാവരും എന്നെ പ്രശംസിച്ചിട്ടുമുണ്ട്. അതുപോലെ അവരുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ കണ്ടിട്ടുള്ള അതിശയമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അക്കാര്യത്തിൽ പ്രിയങ്കയെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുമാണ് ആനി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നവ്യ നായർ അതിഥിയായി എത്തിയ എപ്പിസോഡിൽ ആനി ചോദിച്ച വിശേഷങ്ങൾക്കെല്ലാം വളരെ പക്വതയോടുകൂടിയാണ് നവ്യ മറുപടി പറഞ്ഞത്. എന്നാൽ നല്ല വീട്ടമ്മമാർ നന്നായി പാചകം ചെയ്യുമെന്ന് ആനി പറഞ്ഞപ്പോൾ നല്ല വീട്ടമ്മയാകാൻ നന്നായി പാചകം ചെയ്യേണ്ടതുണ്ടോ എന്നായിരുന്നു നവ്യയുടെ മറുചോദ്യം. നവ്യ പറയുന്നു, സ്ത്രീകളുടെ മാത്രം ബാധ്യതയല്ല പാചകം. പാചകം ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകണം. നവ്യയുടെ ഈ വാചകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അപ്പോഴും ആനിക്കെതിരെ ഒരു വിഭാഗം തിരിഞ്ഞു. അവർ പറഞ്ഞത് ആനി കുലസ്ത്രീ ചമഞ്ഞു വന്നതാണ്, നവ്യ കണക്കിന് കൊടുത്തു എന്നൊക്കെ. ഈ ഷോയിൽ അതിഥിയായി വന്ന് സ്വന്തമായി ട്രോള് ചോദിച്ചു വാങ്ങിയ നടിയാണ് നിമിഷ സജയൻ. മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമാണോ എന്ന ആനിയുടെ ചോദ്യത്തിന് മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമല്ല എന്നായിരുന്നു നിമിഷ സജയന്റെ മറുപടി. അപ്പോഴേക്കും ട്രോളർമാർ ചാടി ഇറങ്ങി നിമിഷ സജയന്റെ മേക്കപ്പ് ഇട്ട ഫോട്ടോകളുമായി. പിന്നീട് നിമിഷ സജയൻ അതിന് മറുപടി പറയേണ്ടതായി വന്നു. അവർ പറയുന്നു, മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്തത് എന്റെ വ്യക്തി ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കായി ഞാൻ മേക്കപ്പ് ഇടും. വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണമെന്ന് അവർ ട്രോളർമാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നടി കനിഹ എത്തിയ എപ്പിസോഡിൽ ആനി ചോദിച്ച ചോദ്യങ്ങൾക്ക് കനിഹ നൽകിയ മറുപടി കേട്ട ആനി അവരെ അഭിനന്ദിച്ചുകൊണ്ട് കൈകൊടുക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് താൻ അമ്മയായ നിമിഷമാണെന്നും, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് അമ്മയുടെ റോളാണെന്നും, മറ്റുള്ളവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിക്കുന്നതും ഇഷ്ടമാണെന്നും കനിഹ പറഞ്ഞു. അതിൽ അവർക്ക് 100-ൽ 100 മാർക്കും കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡും കൊടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇന്നത്തെ തലമുറയെ കുറിച്ച് ഓർത്തുപോകുന്നത്. ഈ തലമുറയിലെ പെൺകുട്ടികളിൽ പലരും വിവാഹമേ വേണ്ടെന്ന് പറയുന്നു. ഇനി കല്യാണം കഴിച്ചവരാകട്ടെ പ്രസവിക്കാൻ വയ്യ, കുട്ടികൾ വേണ്ട എന്നൊക്കെ നിലപാടുള്ളവരും. ഇനി കുട്ടികൾ ഉണ്ടായാൽ അവരെ മുലയൂട്ടുന്നതിനും അവർക്ക് മടിയാണ്. കൂടാതെ പാചകം മിക്ക കുട്ടികൾക്കും ചെയ്യാൻ മടിയാണ്, അവർക്കറിയുകയുമില്ല. ഇനി അഥവാ പാചകം ചെയ്യുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തുല്യ പങ്കാളിത്തത്തോടെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്തെന്നും വരാം. കഴിക്കുന്ന പാത്രം പോലും മര്യാദയ്ക്ക് കഴുകാൻ അറിയാത്ത പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ആനിയൊക്കെ കണ്ടു പഠിച്ചതും കണ്ടു വളർന്നതുമായ രീതികളും സംസ്കാരവും ഒക്കെ ഇതിൽ നിന്നൊക്കെ വിഭിന്നമാണ്.
വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആനിയുടെ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണ്. ആനി പറയുന്നു, കുടുംബജീവിതം വിജയകരമാകണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം പുരുഷനെ അനുസരിക്കുക എന്നതാണ്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതം ഭർത്താവിന്റെ നിഴലായി ജീവിക്കുക എന്നതാണ്. കൂടാതെ തന്റെ ഭർത്താവിനും മക്കൾക്കും രുചികരമായ ഭക്ഷണം പാചകം ചെയ്ത് വിളമ്പി കഴിപ്പിക്കുക എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതൊക്കെ ഞാനും എന്റെ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള രീതികളാണ്. എന്നാൽ ഈ സമ്പ്രദായങ്ങളൊക്കെ ഇന്ന് അന്യം നിന്ന് വരികയാണ്. മാറ്റം എന്നത് പ്രകൃതി നിയമമാണ്. അതനുസരിച്ചുള്ള മാറ്റമായിരിക്കാം പുതുതലമുറയിൽ കണ്ടുവരുന്നത്. മാറേണ്ടവർ മാറട്ടെ, മാറ്റപ്പെടേണ്ടതാണെങ്കിൽ അത് മാറ്റപ്പെടട്ടെ. അത് ആരാന്റെ ബോധ്യങ്ങളാവരുത്, നമ്മുടെ ബോധ്യങ്ങളാവണം. നന്മ ആഗ്രഹിച്ച് നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന നല്ല മനസ്സിന്റെ ഉടമയായ ആനിക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ശരിയായി വഴി കാണിക്കുന്നവർക്ക് വേണ്ടി പ്രകടനങ്ങളും ഉണ്ടാകില്ല, അലങ്കാരങ്ങളും ഉണ്ടാകില്ല. യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് പ്രായോഗികമായി സത്യസന്ധമായി അവർ സംസാരിക്കും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.